ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണ് ഇങ്ങനെ ഒരു ഇൻട്രോ? അതല്ലേ ആലോചിക്കണേ. സത്യം പറഞ്ഞാൽ പെട്ടെന്നൊരു കപ്പ കഴിക്കണം എന്നൊരാഗ്രഹം. ഈ കൂട്ടുകപ്പായി തട്ടുകടയിൽ പോയി അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ എടുക്കുന്ന കാര്യം സത്യമായിട്ടും മറന്നുപോയി. പകുതി എത്തിയപ്പോഴാണ് അയ്യടാ വീഡിയോ എടുത്തില്ലല്ലോ, എന്നാ ഒരു വീഡിയോ എടുത്തേക്കാം എന്നോർത്തത്. ഓർത്ത് വന്നപ്പോഴത്തേക്കും തട്ടുകടയുടെ അടുത്തെത്താറായി. ഈ പാലം കയറി ഒരു ഇച്ചിരോട് ഫ്രണ്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തട്ടുകടയായി. ഇതാണ് പള്ളിപ്പടി പാലം കേട്ടോ. അപ്പോൾ അവിടം വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വീഡിയോയുടെ ഓർമ്മ വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു, എന്നാൽ കുറേ നാളായാലും ഇങ്ങനെ ബൈക്കിലൊക്കെ വന്നിട്ട് എന്നാൽ ഒരു നൈറ്റ് ഡ്രൈവ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടായി ഓക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് എന്ത് വേണം അതിലുപരി. അപ്പം ഞങ്ങൾ നേരെ എങ്ങോട്ടെന്നില്ലാതെ ഓണക്കൂറ് ഭാഗത്തേക്ക് പോയി. എന്തിനാണോ ഏതിനാണോ എങ്ങനെയാണോ ഒരു പിടുത്തമില്ല, ചുമ്മാ അങ്ങ് ഒരു കറക്കം. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ കാറിന് പോണ സുഖം ഉണ്ടല്ലോ, ആ സുഖമല്ല കേട്ടോ. ബൈക്കിനും ഒരു പ്രത്യേക ഫീലാണ്. തണുപ്പും നല്ല ഭംഗിയാട്ടോ. ഇത് ഓണക്കൂർ ഭാഗത്ത് ഒരു അമ്പലമാട്ടോ, എനിക്ക് പേരൊന്നും അറിയില്ല. ഇപ്പോൾ വീഡിയോ എടുക്കും എല്ലാം കൂടി ആവുന്നുണ്ടേ നമുക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റണില്ല. ഇതേ ഓണക്കൂർ പള്ളിയാട്ടോ. ഓണക്കൂർ പള്ളി ആയിരിക്കും, അതോ ഇനി ഈ പള്ളിക്ക് വേറെ പേരുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ബോർഡും ഒന്നും വായിക്കാൻ പറ്റിയില്ല, കാരണം പെട്ടെന്നായിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ റിട്ടേൺ പോരും കേട്ടോ. പക്ഷേ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് എന്താ അവർ ലൈറ്റ് മാറ്റാത്തേ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. എന്തെങ്കിലും കാരണം ഉണ്ടാവും, അതോ ഇനി അവിടെ അത് പ്രമാണിച്ചിട്ടേക്കണതല്ലായിരിക്കുമോ എന്നും എനിക്കറിയില്ല. ചിലപ്പോൾ നേരത്തെ മുതലിട്ടേക്കണമായിരിക്കും. നല്ല ഭംഗിയാണ് എന്നിരുന്നാലും കാണാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീഡിയോയൊക്കെ എടുത്ത് ഇങ്ങനെ നേരെ പോവാട്ടോ. നല്ല ഒരു ഭയങ്കരമായ തണുപ്പെന്നൊന്നും പറയാനില്ല, ഒരു നോർമൽ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഓപ്പോസിറ്റ് ഇങ്ങനെ വണ്ടി വരുമ്പോൾ എൻ്റെ കണ്ണിലേക്കാട്ടോ വെട്ടടിക്കുന്നത്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ പറയും, ദൈവമേ വണ്ടി രാത്രി ഓടിക്കുന്നവർ സമ്മതിക്കണം കേട്ടോ എന്ന്. കാരണം രാത്രി വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോൾ ആക്റ്റീവ് ഓടിക്കുകയാണെങ്കിലും ഭയങ്കര പാടാണ്. ഇതാണ് ഞങ്ങളുടെ പള്ളിപ്പടിയിൽ പള്ളി. ഈ പള്ളി ഇവിടെ വന്നുകൊണ്ടിട്ടായിരിക്കാം പള്ളിപ്പടി എന്ന് പേര് വന്നത്. അതിനെക്കുറിച്ചും എനിക്ക് വലിയ ധാരണയില്ല, കാരണം നമ്മളിവിടെ വന്നിട്ട് കുറച്ച് വർഷമല്ലേ ഉള്ളൂ, ഒരു 8-9 വർഷം. അതുകൊണ്ട് വലിയ ധാരണയില്ലായേ. അപ്പം അങ്ങനെ നമ്മൾ പള്ളി കണ്ടു. ഈ പള്ളി കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിട്ടുമ്പോൾ തട്ടുകട. ഇതാണ് നമ്മൾ തട്ടുകട. കണ്ടു, ഫ്രണ്ടിൽ എന്തോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചൊരു പട്ടിക്കൂട്ടം കിടക്കണ കണ്ടോ. അങ്ങനെ നമ്മൾ തട്ടുകടയിലെത്തി. എനിക്ക് വേണ്ട സാധനം എന്താണെന്ന് ചോദിച്ചു. ഞാൻ കപ്പക്കൂട്ട് പറഞ്ഞു. കപ്പക്കൂട്ട് എന്നാണ് പറഞ്ഞത്, കപ്പ ഇറച്ചിക്കും. അപ്പോൾ വേറെ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് പറയണത് എനിക്ക് അറിയില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ കപ്പക്കൂട്ട്, കപ്പ ഇറച്ചി, അതായത് കപ്പ ഇറച്ചി മിക്സ് ചെയ്യുന്ന കപ്പയും പൂട്ടിയും കൂടി ഉള്ളതിനല്ല, കപ്പയും വേറെ ഈ എന്താ പറയുക കൂട്ടുകപ്പ എന്ന് പറയുന്നത് പോത്തിൻ്റെ വേറെ പാർട്സൊക്കെ ഇട്ടിട്ട് ചെയ്യണ കേട്ടോ കൂട്ടുകപ്പ. അപ്പോൾ ഞാൻ കൂട്ടുകപ്പ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ കൂട്ടുകപ്പ എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുക്കും കേട്ടോ. ഞാൻ നല്ല ഭംഗിയായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഒരു ഫ്ലോയിൽ അങ്ങ് വന്നപ്പോഴത്തേക്കും കുറച്ച് ആളുകൾ ആ കടയിട്ട് കയറി വന്നു. അപ്പം തന്നെ ഞാനങ്ങ് ചൂളിപ്പോയി. നമുക്കെന്തോ പരിചയമില്ലാത്തതുകൊണ്ടേ ഒരു വൈക്ലഭ്യം, ശരിക്കും ഒരു വൈക്ലഭ്യമായിരുന്നു. പിന്നെ ആ ചേട്ടനോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. ആ ചേട്ടൻ നമ്മളോടും നമുക്ക് നേരത്തെ വല്ല അറിയുന്ന ആളാണല്ലോ. അപ്പോൾ നമ്മൾ നല്ല കമ്പനി ആയതുകൊണ്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല ഇതായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ട് തന്നു. കപ്പയിറച്ചി റെഡിയായി. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് കുറേ ആൾക്കാർ വന്നത്, അപ്പോൾ എനിക്ക് നാണമായിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോന്നു. അപ്പോൾ സാധനം വന്നു. ഇതാണ് നമ്മുടെ കൂട്ടുകപ്പ, അടിപൊളി. അപ്പോൾ ഇത്രയുള്ള വിശേഷം. ടാറ്റാ ബൈ ബൈ.